ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് ഞാൻ ഉമ്മൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് നടന്നു പോരട്ടെ പരിപാടി കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ എന്താ പറയുക, ഒരു വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് നടന്നു വരികയാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ഇതിലിരുന്നിട്ട് ഞങ്ങൾ ചെറുതായെന്നൊക്കെ ഇങ്ങനെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മൻ്റെ വീട്ടിലേക്കൊക്കെ നടന്നു പോകൽ കനാലിൻ്റെ സൈഡിലൂടെ ആയിരുന്നു. കുഞ്ഞിലെ കുളിക്കാനൊക്കെ ഇങ്ങോട്ടേക്ക് കഴിഞ്ഞിട്ട് വരൽ നല്ല രസമല്ല. വ്യാഴാഴ്ച ആയാൽ വ്യാഴാഴ്ച ആയാലും എല്ലാ വ്യാഴാഴ്ച നിൽക്കാൻ പോട്ടെ. വെള്ളിയാഴ്ച ഇപ്പോൾ ഇതിലെ കനാലിൽ വെള്ളം വരട്ടെ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട്. അതൊക്കെ ഒരു കാലം. പിന്നെന്താ പറയുക, കൃഷിയിലേക്ക് വേണ്ടിയിട്ടാട്ടോ ഇതിൽ വെള്ളം അടിക്കുക. പിന്നെ എന്താ പറയുക, ഇതിൽ നിന്ന് വലിയ ഓസിട്ടാണ്ട് കൃഷിയിലേക്ക് എടുക്കും കേട്ടോ. പിന്നെ അന്നൊക്കെ നെൽകൃഷിയായിരുന്നു കേട്ടോ കൂടുതലായിട്ടുണ്ടായിരുന്നു. വാഴ, പൂള അതൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇവിടെ കാണുന്നത്. ആദ്യമൊന്നും ഇല്ലായിരുന്നു ഫുള്ള്. പിന്നെ അതേപോലെ മത്തന്, ചെരങ്ങ, കക്കിരി അങ്ങനത്തെ ഒക്കെ കൃഷികൾ മാത്രമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഈ വയലിൽ രണ്ട് സൈഡ്. അപ്പോൾ അങ്ങനത്തെ കൃഷികളൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ ആ ഒരു കണ്ണെത്താ ദൂരം വരെ നമുക്ക് കാണാമെന്നുള്ളതായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പൂളിയും വാഴയൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് ഹൈറ്റ് ഉണ്ടാവണ മരങ്ങളായതിനെ കൊണ്ട് നമുക്ക് അവിടെ അങ്ങനെ കാഴ്ചകളെ കാണാം, മൊത്തത്തിലായിട്ട് വ്യൂ കിട്ടൂല കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ നെൽകൃഷിക്കൊക്കെ വലിയ ഇതില്ലല്ലോ, എന്താ പറയുക, അതിനുള്ള ആളില്ല, ഉണ്ടാക്കാനുള്ള ആളില്ല. പിന്നെ കൊയ്ത്ത് അങ്ങനെ ഒരുപാട് ഇതിലൂടെ കടന്നു പോകണമല്ലോ നെല്ലക്കായൽ. ഇപ്പം അതിനുള്ള ആൾക്കാരൊന്നും ഇല്ലായിട്ടായിരിക്കും വേണമെങ്കിൽ ഇങ്ങനെ വാഴയും പൂളിയും അങ്ങനെയൊക്കെ വെച്ചത് കേട്ടോ. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ പോവാം കേട്ടോ. അതിനിടയിൽ കുറേ വീഡിയോസ് എടുക്കലും ഫോട്ടോസ് എടുക്കലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നിട്ടില്ലേ പൈപ്പ് ഇട്ടത് കണ്ടില്ലേ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ പൈപ്പാട്ടോ ഒരുപാടെണ്ണം ഉണ്ടാവും. അപ്പോൾ അത് വെള്ളം കഴിഞ്ഞില്ലേ, വൈകുന്നേരമായില്ലേ, ഒരു 4:30 സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ എന്താ പറയുക ഈ പൈപ്പുകളൊക്കെ എടുത്ത് മാറ്റി വെച്ചത്. ഇത് ഒരു പഞ്ചായത്തിലേക്ക് പഞ്ചായത്ത് മൊത്തം ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നെൽകൃഷിയിലേക്ക് ഇങ്ങനെ, നെൽകൃഷി നല്ല വയലിലേക്ക് ഇങ്ങനെ മൊത്തത്തിൽ പോകുന്നുണ്ട് കേട്ടോ. എല്ലാ കൃഷിക്കും ഉപയോഗിക്കാമല്ലോ. പിന്നെ എന്താ പറയുക, ഒരു ദിവസം ഒരു ഭാഗത്തേക്കാണെങ്കിൽ അവിടെ ബ്ലോക്ക് ചെയ്യും കേട്ടോ. പിന്നെ വേറെ ഈ പിറ്റേ ദിവസം വേറെ ഭാഗത്തേക്കാണെങ്കിൽ ഈ ആദ്യ ഭാഗത്തേക്കുള്ളവരൊന്നും എടുക്കാൻ പറ്റില്ല എന്നാണ് കേട്ടോ. നോക്കാനൊക്കെ ആൾ വരുന്നൊക്കെ പറഞ്ഞേ കേൾക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ എന്താ പറയുക, രണ്ട് സൈഡിൻ്റെ ഇടയിൽ കൂടെ റോഡുണ്ട് കേട്ടോ. ധാരങ്ങളൊക്കെ ചെയ്ത് ആദ്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ റോഡ്. പിന്നെ ഇപ്പോൾ ഒക്കെ വന്നതാണ്. ഇപ്പം കുറച്ചായിട്ടോ, ഒരു 10 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. 15 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. 10 വർഷം അത്രയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അതിന് മുന്നൊക്കെ ഇങ്ങനെ ഇതായിരുന്നു കേട്ടോ, എന്താ പറയുക, മൊത്തത്തിൽ വയലിലായിരുന്നു കേട്ടോ. ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ കാട് പിടിച്ചിന് കുളിക്കാനും ഇതിനൊന്നും ആരും വരൂലല്ലോ. പണ്ടൊക്കെ മൊത്തം എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും മക്കളും ഒക്കെ ഇങ്ങനെ വരികയാണ് തിരുമ്പ് കുളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ഒക്കെ സൗകര്യങ്ങൾ ഏറി, എന്താ പറയുക, കുളിമുറി അങ്ങനെയൊക്കെ പൈപ്പ് അങ്ങനത്തെ ഒക്കെ സിസ്റ്റത്തിലേക്ക് മാറിയപ്പോൾ ഫുള്ള് മാറി കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇത് എന്താ പറയുക, കനാലിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലോ പുല്ലുകളൊക്കെ നിറഞ്ഞിരിക്കണത്. പിന്നെ ആദ്യമൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു എന്താ പറയണ്ടല്ലേ, ഇതൊക്കെ കാണുമ്പോൾ ഒരു സങ്കടം. പണ്ടൊന്നും അങ്ങനെ അല്ലായിരുന്നു, എന്തോ രസമായിരുന്നു ഇതൊക്കെ ഇപ്പോൾ ഹൈറ്റ് കൂട്ടിയതാട്ടോ. ഇവിടുന്ന് ഈ ഭാഗമൊന്നും ഇത്ര ഹൈറ്റിലില്ലായിരുന്നു. അപ്പോൾ ഒന്നാമത് ഈ രണ്ട് സൈഡും പൊന്തിച്ചതിനെ കൊണ്ട് ഇത് ഹൈറ്റ് കൂട്ടിയത്, ഇത്ര ഹൈറ്റ് ഇല്ലായിരുന്നു, അതായിരുന്നു. അപ്പം കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇറങ്ങുകയൊക്കെ ചെയ്യുന്നു കേട്ടോ. ഇതൊക്കെ പുതിയതായിട്ട് വാർത്തുണ്ടാക്കി, ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞിരുന്നു കേട്ടോ. കണ്ടില്ല, അടിപൊളി വയലുകളൊക്കെ കണ്ടില്ല, അടിപൊളിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നിങ്ങളന്ന് ആലോചിക്കുകയാണെങ്കിൽ ഈ വാഴയും പൂളിയൊന്നുമില്ല, നെൽകൃഷികൾ മാത്രമാണെങ്കിൽ ഒരറ്റം മുതൽ അറ്റം വരെ കാണട്ടോ, കിലോമീറ്ററോളം കാണാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ ഇപ്പം വാഴകളൊക്കെ വന്ന് കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നു കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഫോട്ടോസ് ഇങ്ങനെ എടുക്കുകയാണ്. മക്കൾക്കൊക്കെ ഇത് കണ്ടൊക്കെ ആദരപ്പെട്ടോ. എൻ്റെ മക്കൾക്കൊക്കെ ഇത് കണ്ടപ്പോൾ എന്താ, എല്ലാ മക്കൾക്കും, അനിയത്തിൻ്റെ ഏട്ടത്തിൻ്റെ മക്കളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഇങ്ങനെ നല്ല സന്തോഷം കേട്ടോ. അവർക്കൊന്നും ഇത് ആസ്വദിക്കാനോ ഇതിൽ പോയി വന്ന് കുളിക്കാനോ ഒന്നും ഒരു കഴിഞ്ഞില്ല കേട്ടോ. കണ്ടിലെ കൊക്കുകളൊക്കെ അന്നൊക്കെ എത്രയേ കൊക്കുകളായിരുന്നുണ്ടായിരുന്നു, നിറഞ്ഞ് നിൽക്കും കേട്ടോ. എന്താ പറയുക, വയലിലും ഇതൊക്കെ വെള്ളം അങ്ങനെ അങ്ങോട്ട് ഓരോ കൃഷികളുണ്ടാവും. എന്താ അവർക്ക് എന്താ പറയുക, മത്തന്, ചെരങ്ങ അങ്ങനത്തെ ഓരോരോ കൃഷികളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചീര, നെല്ല് അങ്ങനത്തെ ഓരോ കൃഷികളായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഈ ലാസ്റ്റിലേക്ക് ഈ സൈഡിലെ അങ്ങാടിൻ്റെ ഈ ഭാഗത്തേക്കൊക്കെ ഫുള്ള് ഇതായിരുന്നു കേട്ടോ. ആമ്പൽപ്പൂവില്ല, റോസ്, വെള്ള
ആമ്പൽപ്പൂവായിരുന്നു കേട്ടോ. ഫുള്ള് ചളിക്കാരി ഫുള്ള് ആമ്പൽപ്പാടായിരുന്നു കേട്ടോ. ഈ സൈഡ് ഈ ഭാഗം മൊത്തം ഒരു 2-3-4-5 ഏക്കർ ചുരുങ്ങിയത്. അത്ര ഒന്നുമല്ല, അതൊന്നും ആയിരിക്കൂല. ഈ കാണുന്ന ഏരിയ അല്ലേ ഇത് ഫുള്ള്. ഇതിപ്പോൾ എത്രത്തോളം വ്യൂ ഉണ്ട് ആ ഇതിലൊക്കെ. അവിടുന്ന് ഈ തല മുതലൊക്കെ ആമ്പൽപ്പാടായിരുന്നു കേട്ടോ. നിറയെ ആമ്പലായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താ അറിയില്ല, ആമ്പലൊന്നുമില്ല. ഫുള്ള് വെള്ളം വറ്റി. ഇപ്പോൾ എന്താ ചളിയൊക്കെയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കൃഷികൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടാവേണ്ടോ എന്നുള്ള എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ കുറേ ആയി ഇതിൽ വർഷങ്ങളായിട്ട് ഇതിൽ നടന്ന് പോന്നിട്ട്, പിന്നെ അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ ആമ്പലൊറ്റൊന്നുമില്ല. ഒരു വല്ലാത്തൊരു സങ്കടകരമായ കാഴ്ചയാണ് കേട്ടോ. കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആമ്പലൂടെ നല്ലൊരു ഇതായിരുന്നു, കാണാൻ നല്ല ഭംഗിയായിരുന്നു. ആമ്പൽപ്പാടം എന്നായിരുന്നു ഇതിന് പറയൽ. ഞാൻ അതേപോലെ വയലറ്റ് ഉണ്ട്, അങ്ങനെ പല പല കളറുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ ആമ്പൽപ്പാടത്തിൽ. രാവിലെ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ മുട്ടിട്ട് പിന്നെ ഇങ്ങനെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പൂവിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ അതൊക്കെ ഇങ്ങനെ ചാമ്പി പോണത് കാണാം കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ ഈ പാടം ഫുള്ള് ഇവിടുന്ന് അങ്ങോട്ട് ആ വാഴ വരെ ആമ്പൽപ്പാടായിരുന്നു കേട്ടോ. ഇപ്പം ഫുള്ള് കാലിയായി കിടക്കണേ. അത് കണ്ടപ്പോൾ എന്തോ ഒരു മനസ്സിലൊരു വിഷമം പോലെ കേട്ടോ. അങ്ങനെ ഈ സൈഡ് മറ്റേ സൈഡിൽ അന്നും ഉണ്ടായിരുന്നു കേട്ടോ. ഈ എന്താ പറയുക, തെങ്ങ് കവിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഈ വീടുകളൊക്കെ ഇതിൻ്റെ ടീച്ചറെ വീടൊക്കെ ആയിരുന്നു കേട്ടത്. അതിലിങ്ങോട്ട് നടന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അതിലിങ്ങോട്ട് നടന്ന് ആ ഒരു വഴിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും ഇല്ല കേട്ടോ. അതിലൊക്കെ നടന്ന് ഈ കനാലിലേക്കായിട്ട് ചാനലായിരുന്നു. പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു കേട്ടോ. വ്യായൊക്കെ ഉണ്ടല്ലേ, എന്താണ് എന്തിൻ്റെയൊക്കെ തെറ്റുണ്ട്, എന്തൊക്കെയൊക്കെ ആ ആമ്പൽപ്പാടത്തിൻ്റെ ആ സൈഡിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ കച്ചറ. മറ്റൊരു പോണേ കണ്ടിട്ട് ഓനക്കും പോണതിനും വേണ്ടിയിട്ടാണ് ഈ കച്ചറ ഉണ്ടാക്കണത്. തല്ല് കൂടുകയാണ് ഗൈസ്. ഓനൊക്കെ ഇത് കണ്ടിട്ട് കാണാത്ത കാഴ്ചകളല്ലോ അതൊക്കെ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് അതൃപ്പം ഓന് ഭയങ്കര ഇഷ്ടം ഇത് കണ്ടപ്പോൾ. അല്ലെങ്കിൽ 2 അടി നടക്കുമ്പോൾ എടുക്കുക എന്ന് പറയുന്നത് ഒക്കത്ത് കീറുന്ന ആളാണ് ഇന്നിപ്പോൾ നടന്ന് പോണ ഗൈസ്. കാണാത്ത കാഴ്ചകൾ കാണുമ്പോൾ അതൃപ്പം എന്ന് പറഞ്ഞിട്ടില്ലേ, അതാണിപ്പം. അത് കണ്ടല്ലോ, സ്കൂളാണ് കേട്ടോ. ഈ കാണുന്ന ചലപ്ര സ്കൂളാണ് കേട്ടോ. പിന്നെ എന്താ പറയുക ഉണ്ടല്ലേ, കരച്ചിലായിട്ട് കരച്ചിൽ അതുണ്ടല്ലേ. അങ്ങോട്ടേക്ക് ചൂണ്ടി കാണിച്ചിട്ട് എന്നോട് എന്താ പറയുക, ആ സൈഡിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു നടന്ന് കണ്ടപ്പോൾ അങ്ങനെ ഇടത്തൊക്കെ സ്കൂളുണ്ടല്ലേ, ബിൽഡിങ്ങുകളും അങ്ങാടി എടവണ്ണപ്പാറ അങ്ങാടി എത്തിയിട്ടോ. എടവണ്ണപ്പാറ അങ്ങാടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഈ കാണുന്നത്. അത് സ്കൂളാണ് കേട്ടോ. ആ കാണുന്നത് ചാലപ്പുറ സ്കൂള് പറയും. 1 മുതൽ LKG ഉണ്ടോയെന്ന് എനിക്കറിയില്ല. 1 മുതൽ 10ാം ക്ലാസ് വരെ ഉണ്ട് കേട്ടോ അവിടെ സ്കൂള്. പിന്നെ അതാട്ടോ കാണാണ്ടല്ലോ. ഇവിടെയൊക്കെ ഫുള്ള് ആമ്പൽപ്പാടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. അവിടെ ബാക്ക് സൈഡിലൊന്നും അപ്പുറത്തെ സൈഡിലൊന്നും വെള്ളമില്ല കേട്ടോ. ഇവിടെ കുറച്ച് വെള്ളമൊക്കെ കാണും കേട്ടോ. അതിനത്രയില്ല. പക്ഷേ ഫുള്ള് ചളിയാണ്. ഇപ്പോൾ എന്തെങ്കിലും കൃഷികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അറിയൂല. എന്തായാലും കാലയടയാളങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ എടവണ്ണപ്പാറ അങ്ങാടിയിലെത്തിട്ടോ. എന്താ പറയുക, എത്ര പെട്ടെന്നാണ് ഈ നടന്നിട്ടില്ല. വ്യൂ കണ്ടില്ലേ, അടിപൊളി. ഈ ഒന്നുമില്ലാത്ത പാടം കണ്ടോ, ഇതുപോലെ ചെറുങ്ങനെ. ഇനിയിപ്പോൾ ഇതുണ്ടെങ്കിലും നെൽകൃഷിയായാലും എല്ലാം പൊന്തി നിൽക്കൂലല്ലോ. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് ആ സൈഡ് വരെ കാണാമെന്നുള്ളതാണ് കേട്ടോ. പക്ഷെ ഇതിപ്പോൾ കണ്ടില്ല, ഒരുപാട് സ്ഥലം കാണും. പക്ഷെ വാഴ ആകുമ്പോൾ ഈ കാഴ്ചകളൊന്നും കിട്ടില്ല. വാഴ പൂളൊന്നും ആകുമ്പോൾ നമ്മളതിനാട്ടി ഹൈറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഈ കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ലല്ലോ. അടിയിലെ എടവണ്ണപ്പാറ അങ്ങാടി എത്തിയിട്ട് അടിയിലെ വെള്ളം എന്താണ് ഭംഗി, നല്ല തെളിഞ്ഞ വെള്ളം. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ക്ലീനാക്കിയില്ല. ഇപ്പോൾ ഇതിനുള്ള സമയങ്ങളും ആളുകളൊന്നും ഇല്ല എന്നുള്ളതാണ് കേട്ടോ. മറ്റാകുമ്പോൾ നല്ല വൃത്തിയായിരുന്നു കേട്ടോ. ഒന്നും ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളൊക്കെ കുളിക്കാനും ഇതിലൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ ഒരു കല്ലോ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറുകളൊന്നും ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ ഉണ്ട്, എല്ലാ വേസ്റ്റും ഉണ്ട് അതിനുള്ളിൽ. അങ്ങനെ നടന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പറച്ചിലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഫൈനലി എടവണ്ണപ്പാറ അങ്ങാടിയിലെത്തിയതാ വീട്ടിലേക്കുള്ള ബസ് കയറിയിട്ട്. ഇനി ഇത് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം എന്നുള്ള ചിന്തയുണ്ട്. ബസ്സിൽ കയറിയപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടോ, ഇതാണ് ബസ്സിൻ്റെ ഉള്ളിലൊക്കെ കമ്പിമ്മ തൂങ്ങി കളിക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.